വോട്ട് ചോരിയെ മുൻനിർത്തി രാഹുൽ ഗാന്ധി രാജ്യത്ത് നടത്തിയ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. മോദി സർക്കാരിന്റെ കാട്ടുകള്ളത്തരങ്ങൾ തുറന്നുകാട്ടി രാഹുൽ ഗാന്ധി രാജ്യത്ത് തല ഉയർത്തി കുതിച്ചു കയറുമ്പോൾ വേവലാതിപ്പെടുന്നത് മോദി മാത്രമാണ്. രാഹുൽ ഗാന്ധി മോദിയെ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ട ആദ്യത്തെ ബോംബ് ഉഗ്രശേഷിയോടെ രാജ്യത്ത് പൊട്ടിത്തെറിച്ചുവെങ്കിലും രാഹുൽ ഗാന്ധി അടുത്ത ബോംബ് പൊട്ടിച്ചതും മോദിയെ കടപുഴക്കി. തുടർന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് പൊട്ടാനുള്ള ഹൈഡ്രജൻ ബോംബിന്റെ സാമ്പിൾ മാത്രമാണ്, മോദി കാത്തിരുന്നോ എന്നാണ്. ഇന്നിതാ പൊട്ടാനുള്ള ബോംബിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം പറയുന്നു, ഇനി രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്നത് ഹൈഡ്രജൻ ബോംബല്ല, ഉഗ്രശേഷിയുള്ള പ്ലൂട്ടോണിയം ബോംബാണ് എന്നാണ്. അതെ, മോദിക്കെതിരെ ഇനി പൊട്ടാനുള്ളത് ആ പ്ലൂട്ടോണിയം ബോംബാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രഹരശേഷി ഊഹിക്കാൻ കഴിയില്ല. അതിനായി അണിയറയിൽ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് പട്നയിൽ CWC മീറ്റിംഗ് നടന്നത്. കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന SIR പരിഷ്കരണം എതിർത്ത് കോൺഗ്രസ് പാട്നയിൽ രംഗത്ത് വന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത എതിർപ്പുകൾ ഉയർന്നിരുന്നു. വേണ്ടത്ര കാലയളവില്ലാതെ ധൃതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിന് അപാകതകൾ വരാമെന്ന കാരണത്താലാണ് എതിർപ്പുകൾ ഉയർന്നു വന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നടന്ന വൻ കൃത്രിമം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 17 പേർക്ക് ഒരേ വിലാസവും എന്ന് തുടങ്ങി വൻ ക്രമക്കേടുകളാണ് വന്നത്. കമ്മീഷന്റെ സൈറ്റുകളിൽ നിന്ന് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക അപ്രത്യക്ഷമായിരുന്നു. വേണ്ടത്ര രീതിയിലുള്ള സമയപരിധി സ്വീകരിക്കാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദികൾ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ ക്രമക്കേട് ഇനി ഒരു സംസ്ഥാനത്തും ആവർത്തിക്കാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കൂടാതെ ബീഹാറിൽ കണ്ട ക്രമക്കേട് BJPയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് എന്നിരിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും നൽകാതെ ഇരിക്കെ രാഹുൽ പരസ്യമായി ജ്ഞാനേഷ് കുമാറിനെയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ചു. ബീഹാറിലെ പ്രത്യക്ഷമായ വോട്ടിംഗ് ക്രമക്കേട് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടത്ര സമയമെടുത്ത് അത് നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ബുധനാഴ്ച പട്നയിൽ വെച്ച് നടന്ന CWCയിൽ SIRനെതിരെ കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം SIR നീട്ടിവയ്ക്കണം എന്ന ആവശ്യം അറിയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് SIR നീട്ടിവയ്ക്കണം എന്ന് രേഖാമൂലമാണ് ആവശ്യപ്പെട്ടത്. പട്നയിൽ കോൺഗ്രസ് പാർട്ടി ആസ്ഥാനമായ സദഗത് ആശ്രമത്തിലാണ് CWC യോഗം നടന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് റാം, പാർട്ടിയുടെ ബീഹാർ ചുമതലയുള്ള കൃഷ്ണ അല്ലവരു, കോൺഗ്രസ് നിയമസഭാ പാർട്ടി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ തുടങ്ങിയ നേതാക്കൾ മർമ്മപ്രധാനമായ യോഗത്തിൽ പങ്കെടുത്താണ് SIRനെതിരെ പ്രതികരിച്ചത്. രാജ്യം മോദിയുടെ ഭരണത്തിൽ ജനാധിപത്യം തൂക്കി വിൽക്കപ്പെടുമെന്ന സാഹചര്യത്തിനെതിരെയാണ് CWC പ്രധാനമായും ചർച്ച ചെയ്തത്. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയുടെ തന്ത്രത്തിന് അന്തിമ രൂപം നൽകുകയും രാഷ്ട്രീയ സാമ്പത്തിക വീരനയ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങളിൽ പ്രമേയങ്ങൾ പാസാക്കി. രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടപ്പാക്കാൻ കോൺഗ്രസ് കാവലാളായി നിലകൊള്ളുമെന്നും അവിടെ തീരുമാനം കൈക്കൊണ്ടു. കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കേരള യാത്ര, അതിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി കഴിഞ്ഞു. യാത്രയോടൊപ്പം രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ വച്ചിരിക്കുന്ന ആ പ്ലൂട്ടോണിയം ബോംബിന് ഒരുപക്ഷെ കേന്ദ്ര അധികാര കസേരകളെ തകർത്തെറിയാൻ ശേഷിയുണ്ടാകും. അതിനായാണ് ഇന്ത്യൻ ജനം കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.